ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേര് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാ വീഡിയോസിനും പറയുന്ന പോലെ തന്നെ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ. എല്ലാ വീഡിയോയിലും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ ഇനി മുതൽ എന്തായാലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ പ്ലാനുകൾ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2024 ഒക്ടോബർ 10 അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അധികം പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 100% ഞാനതിൽ കൊടുക്കും. അതുകൊണ്ട് തന്നെ യൂട്യൂബിനെ പറ്റിയിട്ട് ഫുൾ കാര്യങ്ങൾ അരിച്ചു പറക്കി പഠിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ ടിപ്സ് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് നീഷയെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അതായത് നമുക്ക് വീഡിയോസ് ഇടണമെങ്കിൽ ഒരു കണ്ടന്റ് വേണമല്ലോ. അപ്പോൾ അതിനെന്ത് കണ്ടന്റ് സെലക്ട് ചെയ്യുന്നുള്ളതായിരുന്നു പിന്നത്തെ ഡൗട്ട്. അങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് ഒരു 2-3 കണ്ടന്റ് ഐഡിയാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തത് ഒരു കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളതായിരുന്നു. പക്ഷേ കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പൈസയുടെ ചിലവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എനിക്കിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ക്രാഫ്റ്റ് ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ക്രാഫ്റ്റിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉറപ്പാക്കിയത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത്, ക്രാഫ്റ്റ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഡെയിലി വീഡിയോസ് ഇടാനായിട്ടുള്ള കണ്ടന്റ് ഐഡിയാസ് നമുക്ക് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കുറേയൊക്കെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ അധികം ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടു. എന്തൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാൻ ആക്കി. ഒരു മാസത്തേക്കുള്ള പ്ലാൻ ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്തത് ഇതായിരുന്നു. കാരണം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ ചെയ്തത് കണ്ടൻസ് ഒരു മാസത്തേക്കുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് സെറ്റായി, കണ്ടന്റ് റെഫർ ചെയ്യാനായിട്ടുള്ള ആപ്പ് സെറ്റായി, ചാനലും സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം വീഡിയോസ് ബാക്കപ്പ് ആയിട്ട് എടുത്തു വെക്കാന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ കുറേ അധികം പ്ലാൻ ചെയ്ത് ആലോചിച്ചിട്ട് ഒരു 2-3-4 വീഡിയോ ഒരു ദിവസം എടുത്തു വെക്കാന്നുള്ള രീതിയിൽ ഉറപ്പായി. അങ്ങനെ പിന്നെ ഞാൻ കണ്ടന്റും എല്ലാതും സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം കുറച്ച് വീഡിയോസ് ബാക്കപ്പ് ആയിട്ട് എടുത്തു വെച്ചിട്ട് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഏത് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ഓഡിയൻസ് ഏത് സമയത്താണോ നമ്മളുടെ വീഡിയോ കാണാനായിട്ട് ഉണ്ടാവുക, ആ ഒരു സമയത്തായിരിക്കണം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുട്ടികൾക്കുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അതായിരിക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും വൈകിട്ട് 5 മണി ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ ടൈമും സെറ്റായി, പിന്നെ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ഞാൻ ഒക്ടോബർ 10 ഓരോ വീഡിയോസായിട്ട് ഇടാൻ തുടങ്ങി. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ ഷോർട്സ് എത്രത്തോളം അപ്ലോഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ഞാൻ ഒരു ദിവസം 3 ഷോർട്സ് വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം 3 ക്രാഫ്റ്റ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക. വോയിസ് ഓവർ അപ്പോഴും കൊടുത്തിരുന്നില്ല, ഇപ്പോഴാണ് പിന്നെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത്. ആ സമയത്ത് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, മ്യൂസിക് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കുറച്ചധികം വീഡിയോസ് ആയപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്
മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല എന്നുള്ളത്. കാരണം ഒട്ടും വീഡിയോസിന് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഓഡിയൻസ് ഡെയിലി നമ്മുടെ ഷോർട്സ് കാണുന്നുണ്ടെങ്കിലും നമ്മളാണ് അത് ചെയ്യുന്നത്, അതായത് ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നോട് കുറച്ച് പേര് പറയുകയും ചെയ്തു, ഷോർട്സ് ഇങ്ങനെ മ്യൂസിക് കൊടുത്തിടുന്നതിനും നല്ലത് ക്രാഫ്റ്റ് ആണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പണ്ടത്തെ ഷോർട്സിന് ഞാൻ മ്യൂസിക് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു റെയിൻബോ വാൾ ഡെക്കോർ അതുണ്ടാക്കിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ആ ഒരു ഷോർട്സ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് വോയിസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അങ്ങോട്ട് ഓക്കെ ആണ് കേട്ടോ, ഇപ്പോൾ വോയിസ് കൊടുക്കാനൊന്നും വലിയ പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ മോണിറ്റൈസേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇൻകം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആവാനായിട്ട് നമ്മുടെ ക്രൈറ്റീരിയാസ് അറിയാലോ. 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറും, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സിന് 100 ലക്ഷം വ്യൂസും വേണം. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷോർട്സിന് വ്യൂസ് വളരെയധികം കുറവായിരുന്നു. ആദ്യത്തെ സമയത്തൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10K, അതിൽ മുകളിലൊന്നും പോകാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നാൾ ഷോർട്സ് ഇട്ടിട്ട് എൻ്റെ ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഷോർട്സിൽ നിന്ന് കയറാണെന്നുണ്ടെങ്കിൽ കയറട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് 100 ലക്ഷം വ്യൂസ് ഒന്നും ഷോർട്സിനാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയത്, ലോങ് വീഡിയോസിന് 4000 വാച്ച് അവർ 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. അത് ഞാൻ വിചാരിച്ചു ഷോർട്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഷോർട്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആദ്യം 3 ഷോർട്സ് ആയിരുന്നു, പിന്നെ അത് കുറഞ്ഞ് 2 ഷോർട്സ് ആയി. കാരണം ലോങ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 ഷോർട്സും ഒരു ലോങ് വീഡിയോയും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഷോർട്സ് 2 എണ്ണാക്കി ചുരുക്കി. അങ്ങനെ പിന്നെ ഞാൻ ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ക്രാഫ്റ്റിൻ്റെ തന്നെയാണ് ലോങ് വീഡിയോസ് ഞാൻ എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിന് ലോങ് വീഡിയോസിന് വ്യൂസ് ഒട്ടും കയറുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ക്രാഫ്റ്റൊക്കെ ലോങ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവാം, കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ അധികം ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം ലോങ് വീഡിയോസിന് വ്യൂസ് ഉണ്ടായാലല്ലേ നമുക്ക് വാച്ച് അവർ കയറുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ വ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഷോർട്സ് ഡെയിലി ഇടുന്നത് കാരണം എനിക്ക് പതുക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. 1-2 മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കടമ്പ എന്ന് പറയുന്നത് ഈ ഒരു 4000 വാച്ച് അവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ട് ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ 1-2 മണിക്കൂറൊക്കെ കയറി അങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക്. നമുക്ക് എല്ലാ ദിവസവും ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചത്, മോണിറ്റൈസേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ആവുന്ന ആ ഒരു സംഭവം എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫുൾ അനലിറ്റിക്സും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ ചാനലുള്ള ആൾക്കാരെല്ലാവരും യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് കയറ്റുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര പേര് കണ്ടു, എത്ര പേര് കമൻറ്റ് ചെയ്തു, എത്ര പേര് ലൈക്ക് ചെയ്തു, അതുപോലെ തന്നെ എവിടെയുള്ള ആൾക്കാരാണ് ആ വീഡിയോസ് കാണുന്നത്, ലൊക്കേഷൻ, അതുപോലെ തന്നെ ജെൻഡർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ക്രൈറ്റീരിയാസ് എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്നുള്ളതും യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ അതിവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ചാനലിൽ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയാസ് എവിടെയാണ് കാണാന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നുണ്ടാവുക. അതിൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഏൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കാണുന്നുണ്ടാവുക. ഏൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ളതും ഫുൾ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയാസ് കാണാൻ പറ്റും. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒക്കെ കിട്ടി തുടങ്ങാം. അപ്പോൾ അത് രണ്ടും എത്രത്തോളം കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ ഏൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ എൻ്റെ വേറൊരു ചാനലാണ് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് കാരണം ഈ ഒരു ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും കാണുന്നുണ്ടാവില്ല. അതിന് പകരം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് എനേബിൾ ആയിട്ടുള്ള ലോങ് വീഡിയോസിൻ്റെ വാച്ച്, അതായത് ലോങ് വീഡിയോസിൽ വരുന്ന ആഡ്സ്, ഷോർട്സിൻ്റെ ആഡ്സ്, അങ്ങനെ ഒരു ഓപ്ഷനാണ്. അതും ഞാനിവിടെ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് കഴിയുമ്പോൾ ഏണിൻ്റെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക.
മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയാസ് ആണ് അവിടെ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോർട്സിന്നും ഒരു പച്ച പിടിക്കുന്നില്ല, ലോങ് വീഡിയോസും അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ആദ്യത്തെ സമയത്തൊന്നും നമുക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിൽ ഡീമോട്ടിവേറ്റ് ആയിട്ട് വീഡിയോസ് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആവുള്ളൂ. പക്ഷെ നമ്മൾ മോട്ടിവേഷൻ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് വീഡിയോസ് ഇട്ട് നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അതെന്തായാലും റീച്ചിൽ പൊക്കോളും. ഞാൻ ആ ഒരു ധൈര്യത്തിൽ കുറച്ചധികം വീഡിയോസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് പൊക്കോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒരു സമയമായപ്പോൾ ലോങ് വീഡിയോസിന് നല്ല വ്യൂസ് കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിന് വാച്ച് അവറും അത്യാവശ്യം ഒരു ദിവസം ഒരു 20-30 മണിക്കൂറൊക്കെ കയറാറുണ്ടായിരുന്നു. അപ്പോൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഒരു 20-30 മണിക്കൂറൊക്കെ കയറാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ലോങ് വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങി. പിന്നെയാണ് ഒരു ദിവസം 1000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ നിന്ന് 1000 വാച്ച് അവർ കിട്ടി. അപ്പോഴാണ് എനിക്ക് ആ ഒരു ട്രാക്ക് മനസ്സിലായത്. നമുക്ക് അങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ അത്യാവശ്യം റീച്ച് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രാക്ക് മനസ്സിലാവുക. അങ്ങനെ പിന്നെ ലോങ് വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ ഒരു കുറച്ചധികം വീഡിയോസ് 1-2 ആഴ്ച ഇട്ട് തുടങ്ങിയപ്പോൾ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള വാച്ച് അവർ ഏകദേശം കംപ്ലീറ്റ് ആയി. അതായിരുന്നു എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് എല്ലാ ദിവസവും കയറുന്നുണ്ടെങ്കിലും ഈ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം അത് എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അടിപൊളിയാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ആ ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഏപ്രിൽ ലാസ്റ്റ് ആയിരുന്നു മോണിറ്റൈസേഷൻ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5-6 മാസം എടുത്തിട്ടോ മോണിറ്റൈസേഷൻ ആക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ലാഗ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നേ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു. അത് നമുക്ക് നമ്മളുടെ ചാനലിലെ കണ്ടന്റ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ചിലപ്പോൾ ഷോർട്സ് കയറുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് പറ്റും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഷോർട്സിന് വ്യൂസ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിൽ വാച്ച് അവർ വെച്ചിട്ടാണ് ഞാൻ ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കമൻസിൽ ഇതുപോലെ മോണിറ്റൈസേഷൻ ആവാത്തവർ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ പിന്നെയും ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് മോട്ടിവേഷനായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോസിന് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് തളരരുത്. കാരണം നമ്മൾക്ക് അറിയാൻ പറ്റില്ല ഏത് വീഡിയോ ആണ് റീച്ചിൽ പോവാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായാൽ മതി, പിന്നെ നമ്മളുടെ എല്ലാ വീഡിയോസിനും വ്യൂസ് ഒക്കെ കിട്ടിക്കോളും. അപ്പോൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഇനി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്നൊക്കെ ചിലർക്കൊരു വിചാരമുണ്ട്. അങ്ങനെ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ ആക്കാന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു കടമ്പയും കൂടി ഉണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് വരും. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. കാരണം മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും യൂട്യൂബ് അപ്രൂവ് ആക്കാതെ നമുക്ക് പൈസ കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി, 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടി. അത്രേ ആയിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ആ ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടുള്ളൂ. മോണിറ്റൈസേഷൻ ആയിന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്രൂവൽ നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് മോണിറ്റൈസേഷൻ്റെ ആ ക്രൈറ്റീരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് നമ്മളുടെ ചാനലൊക്കെ അവർ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഇല്ലയെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് മോണിറ്റൈസേഷൻ യൂട്യൂബ് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ഒരു 4 ദിവസത്തിനുള്ളിലൊക്കെ നമ്മളുടെ ചാനലിൽ ഡോളർ കയറി തുടങ്ങും. നമ്മളുടെ അക്കൗണ്ടിലല്ല, ചാനലിൽ. പിന്നെ നമുക്ക് പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡോളർ കയറി തുടങ്ങുന്നത് മിനിമം $100 കംപ്ലീറ്റ് ആവണം.
അതായത് ഒരു മാസം നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മാസം $100 മിനിമം, അതിൽ കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല, മിനിമം $100 കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ മാസത്തെ വരുമാനം നമുക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അപ്പം തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര കിട്ടിയെന്ന്. സംഭവം അങ്ങനെയൊന്നുമല്ല. മോണിറ്റൈസേഷൻ ആയി അപ്പം തന്നെ ഒന്നും നമുക്ക് പൈസ കിട്ടൂല. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടാണ് ഡോളർ കയറി തുടങ്ങുള്ളൂ. അത് കയറുന്നതും $100 കംപ്ലീറ്റ് ആക്കണം. ഈ മോണിറ്റൈസേഷൻ ആക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നമ്മൾ ഈ $100 ആക്കാനായിട്ട് കഷ്ടപ്പെടണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും ഈ പൈസ കയറില്ല. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്ന് പോസ് ആയിട്ടുണ്ടായിരുന്നു, സ്പേസ് കഴിഞ്ഞു മെസ്സേജ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസയും കാര്യങ്ങളൊന്നും വരില്ല. ആ $100 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. അപ്പോൾ $100 കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോങ് വീഡിയോസിൽ ആഡ്സ് വന്നു തുടങ്ങും. മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ലോങ് വീഡിയോസിൽ പരസ്യം വന്നു തുടങ്ങും. ആ പരസ്യത്തിനാണ് നമുക്ക് പൈസ കയറുന്നത്. അതും ഭയങ്കര വലിയ പൈസ ഒന്നുമല്ല, നമ്മളുടെ വീഡിയോസിന് എത്ര വ്യൂസ് ഉണ്ടോ അതിനനുസരിച്ചാണ് പൈസ കയറുക. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ലോങ് വീഡിയോസിൽ നിന്ന് ഒരു വീഡിയോക്ക് 1000 വ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ $1 ആണ്. $1 കറക്റ്റ് കയറും, ചിലപ്പോൾ കറക്റ്റ് കയറില്ല. എല്ലാ വീഡിയോസിനും ഒരുപോലെ അല്ല, പല വീഡിയോസിനും പല ടൈപ്പാണ്. അതിൽ വരുന്ന പരസ്യത്തിനനുസരിച്ചാണ് പൈസ കിട്ടുന്നത്. ഷോർട്സിനാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എനേബിൾ ആയി വരും. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് റവന്യൂ കിട്ടിയത് എത്രയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 2-3 പ്രാവശ്യം വീഡിയോ ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പേസ് ഇല്ലാത്ത കാരണം. അങ്ങനെ ഞാൻ പോയിട്ട് iCloudൽ സ്പേസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ യൂട്യൂബ് ഇൻകത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് പറയാന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, ഒരു 10K to 13K ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം, എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ മോണിറ്റൈസേഷനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അധികം കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കാത്തത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമുക്കിപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാം. ഇനി മുതൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.